ഞാൻ ഇടയ്ക്ക് നടക്കാൻ പോകുന്നുണ്ട്. സരോവരത്തിലേക്കാന്ന് പറയുമ്പോൾ അയ്യെന്ന് പറഞ്ഞ കുറേ കൂട്ടുകാരും. പക്ഷേ ഞാൻ പറയും നിങ്ങൾക്ക് അറിയാത്തൊരു സരോവരമുണ്ട്. പോസ്റ്റുകളിലും മരങ്ങളിലും മുഴുവൻ സ്പാ സെൻ്ററുകളുടെ നമ്പറാട്ടോ. ഇതൊരു ഡ്രഗ് പോലെയാണ്. ഒരിക്കലും നിർത്താൻ പറ്റില്ല, പക്ഷേ കൺട്രോൾ ചെയ്യാം. രാവിലത്തെ ഈ നടത്തം നല്ല റീഫ്രഷിംഗ് ആണ്. വേസ്റ്റ് എടുക്കാൻ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വരുന്നതേ ഉള്ളൂ തോന്നുന്നു. വീണ്ടും തുരുതുര പാർസൽ. ഈ വേസ്റ്റ് കൊണ്ടെറിഞ്ഞ ഹിമാറിനെ എന്താ ചെയ്യണ്ടേ? ഞാനെപ്പോഴും ശ്രദ്ധിക്കലുണ്ട്, ഈ വഴി മുഴുവൻ സിനിമ പോസ്റ്റേഴ്സ്. നമ്മുടെ സിറ്റിയിലൊരു 4-5 സ്പോട്ട് ഇതുപോലെ പരസ്യം ഒട്ടിക്കാൻ വേണ്ടി മാത്രമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇവരാരും വൃത്തിയേടാക്കത്തില്ലായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ സരോവരം ഏകദേശം എത്തിയിട്ടുണ്ട്. ഈ കനോലി കനാൽ കുറച്ച് വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ കോഴിക്കോട് സിറ്റിക്കകത്ത് കയാക്കിങ്ങിന് പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടായി മാറിയാണ്. ഇപ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇലക്ഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും. ബാത്റൂം ഫെസിലിറ്റി വളരെ ശോചനീയമാണ്. നവീകരിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഇതാണ് മിയാവാക്കി ഫോറസ്റ്റ്. ഇതൊരു ജപ്പാനീസ് ടെക്നോളജിയാണ്. ഒരു ചെറിയ സ്പേസിനുള്ളിൽ ഒരു വലിയ ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന രീതി. രാവിലെ ഇതിൽ നടക്കാനുള്ള ആംബിയൻസ് കിടിലാണ് കേട്ടോ. കോഴിക്കോടിന് പൂന്തോട്ടം എന്ന് തന്നെ പറയാം. പ്യുവർ ഓക്സിജൻ ശ്വസിക്കാൻ കിട്ടുന്ന ടൗണിലെ ഏക പ്രദേശം. രാവിലെ 9 മണി വരെയുള്ള ഇവിടുത്തെ പ്രവേശനത്തിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. 9 മണി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം 30 രൂപ ചാർജും ഉണ്ട്. ആ സമയത്ത് ഇവിടെ വരുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അപ്പോൾ കോഴിക്കോട് സരോവരം എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട. സരോവരത്തിന് ഇങ്ങനെ ഒരു മുഖം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.